ഹലോ, അതെ സേതുസ് വെഡിങ് പ്ലാനറാണ്. ഞങ്ങളുടെ ഓഫീസിന്റെ റിനോവേഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ട് പത്ര ആക്റ്റീവ് അല്ല. ഇല്ല, ഞങ്ങളൊരു ഗ്രാൻഡ് ഇവന്റ് നമ്മൾ നടത്തുന്ന ഒരു ഇനാഗ്രേഷൻ നടത്തുന്നുണ്ട്. സാറൊരു കാര്യം ചെയ്യും, ഞങ്ങളിപ്പോ തൽക്കാലം ഓഫീസ് വീട്ടിലാണ് ഇട്ടിരിക്കുന്നത്. അതെ, വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാല് നമ്മൾ നടത്താൻ പോകുന്ന ഇവന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് A to Z ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഒന്നും പറയണ്ട, ജാനകി നിന്ന് തിരിയാൻ ടൈം കിട്ടണില്ല. തിരക്കോട് തിരക്ക്. ഈ കസേരൊക്കെ കാണുമ്പോ എനിക്ക് കൊതിയാവാണ്. എന്തിന്? ഒന്നിരിക്കാൻ വേണ്ടി. അത്ര തിരക്കല്ലേ. അതൊക്കെ പോട്ടെ. ജാനകി എന്താ പറഞ്ഞ ക്ലാര കാണാനാണോ? അല്ല, റാം എവിടെ? ഞാൻ ഒരു 100 തവണ റാം എവിടെ? റാമല്ല, അവന്റെ പേര് രാമാനുജൻ എന്നാണ്. ഓ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, ആളെവിടെ? കാര്യം ശരിയാണ്, ഈ രാമാനുജൻ എന്റെ കൂട്ടുകാരനൊക്കെ തന്നെയാണ്. പക്ഷെ ഉണ്ടല്ലോ, കുട്ടിക്ക് ഈ പറഞ്ഞ രാമാനുജൻ ചേരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അതിൽ എനിക്ക് ഒരു സംശയമില്ല. റാം എനിക്ക് ചേരില്ല. എന്റെ മൂത്ത ചേട്ടന്റെ അല്ല, എന്റെ കൊച്ചച്ഛന്റെ ലുക്കാ റാമിന്. അതല്ല, ഞാനിപ്പോ സേതുട്ടോട് പറയാൻ പോകുന്ന കാര്യം റാം ഒരിക്കലും അറിയാൻ പാടില്ല. കാര്യം ഞാനിവിടെ വന്നിട്ട് കുറച്ചായല്ലോ. അതെ, ഈ റാം എന്റെ പിറകെ നടക്കുന്ന കാര്യം ചേട്ടന് അറിയായിരിക്കുമല്ലോ. എനിക്ക് വേറൊരു കാര്യം കൂടി അറിയാം. ചേട്ടൻ നടത്തുന്ന കല്യാണങ്ങളെല്ലാം ഫ്ലോപ്പാണെന്നും ഒരു കല്യാണമെങ്കിലും മര്യാദയ്ക്ക് നടത്തി ഈ നാട്ടുകാരുടെ മുന്നിൽ കുറച്ചെങ്കിലും വില ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണെന്നും. ശരിയല്ലേ? അതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ ഈ എല്ലാ കല്യാണങ്ങളും ഫ്ലോപ്പാണെന്ന് പറയുന്നത് എന്റെ ബിസിനസിനോടുള്ള ഒരു അസൂയം, എന്റെ വളർച്ചയിലുള്ള കണ്ണുകടിയും കൊണ്ട് ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അല്ലാണ്ട് എല്ലാ കല്യാണവും ഫ്ലോപ്പ് ഒന്നും അല്ല. അതെനിക്കറിയാം. സക്സസ് ആയിട്ടുള്ള കല്യാണങ്ങള് ഞങ്ങള് സേതുസ് വെഡിങ് പ്ലാനർ നടത്തിയിട്ടുണ്ട്. ചേട്ടന് ഞാനൊരു ഇവന്റ് വരട്ടെ. ഇവന്റ്? ഏത്? മറ്റേ ബാർ അസോസിയേഷന്റെ ഇവന്റ് വല്ലാണ്? അതൊന്നും അല്ല. പിന്നെ ഇതൊരു കല്യാണോ? എന്നാണ്? ആരുടെ കല്യാണം? അതൊക്കെ ഞാൻ പറയാം. ആദ്യം സേതുവിന്റെ കുറച്ച് കാര്യങ്ങൾ കേൾക്കണം. ഇതൊരു ലോ ബഡ്ജറ്റ് കല്യാണമാണ്. ഈ രജിസ്റ്റർ ഓഫീസിലൊക്കെ പോയി ചെയ്യില്ലേ, അതുപോലത്തെ. ഒരു രക്തഹാരം അങ്ങോട്ടിടുന്നു, ഒരു രക്തഹാരം ഇങ്ങോട്ടിടുന്നു, പരിപാടി കഴിഞ്ഞു. പിന്നെ ഈ ബന്ധുക്കളെയും നാട്ടുകാരെയും വിളിച്ച് റിസപ്ഷൻ നടത്തുന്ന പരിപാടിയൊന്നുമില്ല. ഇതിനെന്തിനാണ് എന്റെ ആവശ്യം? ഒരു മാല എടുത്ത് അങ്ങനെ കൊടുക്കുക, ഒരു മാല എടുത്ത് ഇങ്ങനെ കൊടുക്കുക. അയ്യോ, ഇത് ഒരു റിസപ്ഷൻ പോലും ഇല്ലാതെ എന്ത് കല്യാണം? ഈ റിസപ്ഷനൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ? ഞാൻ ചേട്ടന്റെ കയ്യിൽ ഒരു 2 ലക്ഷം രൂപ അങ്ങ് വെച്ച് തരും. 50,000 രൂപയ്ക്ക് കല്യാണം എല്ലാം നടത്തിയിട്ട് ബാക്കി 1.5 ലക്ഷം ചേട്ടൻ എടുത്തോ. 2 ലക്ഷം? ഇത്രയും ചെറിയ ബഡ്ജറ്റിനൊന്നും ഞങ്ങള് ചെയ്യാറൊന്നുമില്ല. എന്റെ കയ്യിൽ ഇപ്പൊ തൽക്കാലം ഇത്രേ ഉള്ളൂ. ചേട്ടൻ വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. അല്ല, അങ്ങനെയല്ല. അങ്ങനെ ചെറിയ ബഡ്ജറ്റ് വലിയ ബഡ്ജറ്റ് ഒന്നുമില്ല. ചെറിയ ബഡ്ജറ്റിൽ ഞങ്ങൾ നടത്തി കൊടുക്കാറുണ്ട്. എക്സ്പീരിയൻസാ. ആരാണ് ചെക്കൻ, ആരാണ് പെണ്ണ്? പെണ്ണ് ഞാൻ തന്നെയാ. ആണല്ലേ? ജാനകി, അതെന്താ എനിക്ക് കല്യാണം കഴിക്കാൻ കഴിക്കണമല്ലോ. ഓക്കെ, ആരാണ് ചെക്കൻ? ചെക്കൻ ആരാണെന്നൊക്കെ ഞാൻ പറയാം. പക്ഷെ ഇത് റാം ഒരിക്കലും അറിയാൻ പാടില്ല. അറിയാൻ പോകുന്നു. ആകെപ്പാട് ചേട്ടന് കിട്ടുന്ന 1.5 ലക്ഷം രൂപയല്ലേ? അതിപ്പോ റാം അറിഞ്ഞാ റാമിന് ഇവിടെ കൊടുക്കേണ്ടി വരില്ലേ 75,000 രൂപ? അത് വേണോ? അത് വേണ്ട. ചെക്കന്റെ കാര്യം ചേട്ടൻ അറിയാവുന്ന ആള് തന്നെയാ. ഇവിടേക്കായിട്ട് വരും. ചേട്ടന്റെ അനിയനില്ലേ ഗോവർദ്ധൻ? ഗോവർദ്ധന്റെ ഫ്രണ്ട് അല്ല, ഗോവർദ്ധൻ തന്നെയാ. ഗോവർദ്ധനാ. മഴ. ഹായ്, എന്താണ് ജാനു? ക്ലാര ജോലി എന്ന് പറഞ്ഞു വിട്ടാ? നമ്മളാ സേതു വെഡിങ് പ്ലാനറിൽ കയറാൻ വേണ്ടി വന്നിരിക്കുന്നതാണോ? ഹായ് ഹായ്. പിന്നെ ഞാൻ വിളിക്കാം. അതെന്ത് പരിപാടിയാടാ? ഞാനില്ലാതെ ഇവിടെ എന്ത് വർക്ക്? എടാ, നമുക്ക് പുതിയ ക്ലയന്റിനെയൊക്കെ പിടിച്ച് വർക്കൊക്കെ പിടിക്കണ്ടേ? അത് ഞാനിവിടെ കൂടിയല്ലേ എളിയാ പറ്റൂ. പിന്നെ ഞാനൊരു ഐഡിയ പറയട്ടെ എളിയാ. ക്ലാരയുടെ എപ്പോഴും പരാതി എന്തിനാണ്? നമ്മൾ നടത്തുന്ന കല്യാണങ്ങളെല്ലാം പൊളിഞ്ഞു പോകണമെന്നില്ലേ? അതുകൊണ്ട് ആ പരാതി മാറ്റാൻ വേണ്ടി ഒരു പുതിയൊരു ഐഡിയ എന്റെ കയ്യിലുണ്ട്. ഓ, ഐഡിയ വേറൊന്നുമല്ല. ഞാനൊരു കല്യാണം കഴിച്ച് അവിടെ മുമ്പിൽ നമ്മുടെ ആ വില ഒന്ന് കാത്തു സൂക്ഷിക്കാൻ പോവാ. നമ്മുടെ കല്യാണത്തിൽ എന്റെ ജീവിതം നല്ലതുപോലെ പോകുമ്പോ പൊളിയത്തില്ലല്ലോ, നമുക്ക് പരാതിയായിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അതില് ജാനകിയുടെ ഒരു ഹെൽപ്പ് വേണം കേട്ടോ. എന്താ മനസ്സിലായില്ല? ജാനകി ഞാനും തമ്മിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ
ഒരു നല്ല ജീവിതം കാണിക്കുമ്പോ ക്ലയന്റിന്റെ മുമ്പിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലായില്ലേ? അത്രയും വലിയ ത്യാഗവും സഹിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല ഏട്ടാ. അയ്യോ അങ്ങനെ പറയരുത് ജാനകി, അത് പറയരുത്. സേതുട്ടാ ഇപ്പൊ എല്ലാം പറഞ്ഞു. എല്ലാം പറഞ്ഞല്ലോ. ആ ഒന്നിനയുടെ കാര്യം മറക്കണ്ട. ഒന്നിനും കാര്യം മറക്കണ്ട. ജാനകി ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണേ, സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. ഹലോ പോയാ പിന്നെ ഒന്നരയുടെ കാര്യം എന്തോടാ? അത് 1:30 മണിക്ക് ക്ലാരക്ക് ഒരു ഇവരായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ഓ അങ്ങനെ. പിന്നെ ഇളയാ ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തിനാണ് തീരുമാനം? എന്ത് കാര്യമാ? ജാനകി തന്നെ കല്യാണത്തിന്റെ കാര്യം. ഞാൻ പറഞ്ഞ ഓ നീ ഒന്ന് ആലോചിക്കേ, ഉം. നീയും ഈ പറഞ്ഞ പെൺകുട്ടിയും തമ്മിൽ കല്യാണമൊക്കെ കഴിച്ച് ഒരു വൈകുന്നേരം ഒരു സിനിമക്ക് നിങ്ങൾ പോവാണ്. പോലോ അതെന്തായാലും പോലോ. എന്നിട്ട് നീ ആ ജംഗ്ഷനിലെത്തില്ല കവലയില്, നമ്മളെ ജംഗ്ഷനിൽ അവിടെ ഇരിക്കുന്ന ഒരു കിളവൻ ആ പെൺകുട്ടിയുടെ ചോദിക്കാണ്, മോളെ ഇങ്ങോട്ട് അച്ഛനായിട്ട് തുടങ്ങാൻ പോയെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്ത് തോന്നും? ആരായിട്ട്? അച്ഛനായിട്ട്. ഒരു മണി ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയല്ലേ? അത് പിന്നെ അച്ഛൻ പോടാ, എനിക്ക് അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല. ഹലോ, നിനക്ക് എന്റെ പ്രായം തന്നെ അല്ലേ? തല മറന്ന് എണ്ണ തേക്കണോ രാമാനുജ? വളരുന്ന മുടിയാണെങ്കിൽ എണ്ണ തേച്ചാൽ എന്താ അളിയാ കുഴപ്പം? തേച്ചോണ്ടിരിക്കും. അളിയപ്പം നടത്തി തരത്തില്ലേ? എടാ അവൾക്ക് വേറെ ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ട്. ബോയ് ഫ്രണ്ടാ? ആ ബോയ് ഫ്രണ്ട്. എടാ ഇന്ന് രാവിലെ എങ്ങനെ അവള് വന്നത് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഉണ്ട്. ചുമ്മാ കള്ളത്തരം പറയല്ലേ? ഞാൻ എന്തിനാ കള്ളത്തരം പറഞ്ഞ? ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. ഇത് എനിക്കറിയാം, പറ്റിക്കാൻ വേണ്ടി പറയാണ്. അല്ലടാ ഉള്ള കാര്യമാണ് പറഞ്ഞ. ആ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്. ജാനകിക്ക് ബോയ് ഫ്രണ്ടാ? യെസ്. ഞാനല്ലാതെ ചുമ്മാതാ, പറ്റിക്കാൻ വേണ്ടിയാണെങ്കിലും ഇതൊന്നും പറയല്ലേ. എന്റെ ചേട്ടൻ വിട്ടിട്ട് കാര്യം പറയാന്ന്. എന്താ എന്തേടാ നിന്റെ ട്രൂ ലവ് മരിച്ച? ട്രൂലവ് മരിക്കാനാ? എന്താ അങ്ങനെ ചോദിച്ചു? എന്നോട് ജാനകി ഇപ്പൊ ഒന്നൊരു കാര്യം പറഞ്ഞായിരുന്നു. ജാനകി എന്ത് കാര്യം പറഞ്ഞു? ഒരു കല്യാണക്കാര്യം. കല്യാണക്കാരിയോ? അവള് കെട്ടാൻ പോവാണോ? അതെ. ചേട്ടനാക്കി നടത്തണല്ലേ? ആ അതെ. അങ്ങനെയാണെങ്കിൽ ആ കല്യാണം മുടങ്ങും. എന്തിനാണ് ചേട്ടാ കൊച്ചിനോട് ഈ ക്രൂരത ചെയ്യണത്? അതെ സേതുട്ടാ, ഞാൻ നേരത്തെ മുഴുവനും പറഞ്ഞില്ലായിരുന്നു. ഈ നിൽക്കുന്ന ഗോവർദ്ധൻ. ഈ നിൽക്കുന്ന ഗോവർദ്ധൻ എന്റെ അനിയനാണ്. അതല്ല, പിന്നെ ഈ ഗോവർദ്ധനെ ഞാൻ കെട്ടാൻ പോകുന്ന കാര്യമില്ല. എന്നെ കെട്ടാനാ? നീ എന്തിനാ ഗോവർദ്ധൻ ഞെട്ടുന്നേ? അല്ല ഞെട്ടിയതല്ല, പെട്ടെന്ന് നമ്മുടെ കല്യാണത്തിന്റെ കാര്യം കേട്ടപ്പോ ഞാൻ ഒന്ന് ഷോക്കായി പോയി. പറയണ്ടേ? അപ്പൊ ഇവനറിയാതെ കൊച്ചിനെ കെട്ടാൻ പോണത്. അല്ല എനിക്കറിയാം, ഞാനിപ്പോ പെട്ടെന്ന് ഇവള് പറഞ്ഞപ്പോ ഒന്ന് ഷോക്കായി പോയെന്നുള്ളു അല്ലേ? എന്റെ കൊച്ചി ഇവനാണെങ്കിൽ 24 മണിക്കൂർ ആനി എന്ന് പറഞ്ഞു കൊടുക്കണേ. പെട്ടെന്നൊരു സുപ്രഭാതത്തിലും ഇയാളുടെ പേര് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാണ്? അത് മാത്രമല്ല, ആ രാമാനുജൻ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാനും പറ്റിയില്ല. പറഞ്ഞ ശരിയാ, ഗോവർദ്ധൻ ആദ്യം ആനിയെ തന്നെയായിരുന്നു ഇഷ്ടം. പക്ഷെ ഇപ്പോ ഞങ്ങള് ശരിക്കും ഇഷ്ടത്തില്ല. കാര്യം ഈ ആനിയെ പോസിറ്റീവ്നെസ് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ഗോവർദ്ധനും ആദ്യം ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് നാടകം കളിച്ചത്. പക്ഷെ പിന്നെ ഇപ്പോ ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടമായി. അതെ ചേട്ടാ, തമാശക്ക് തുടങ്ങി പിന്നെ ഇതറിയാതെ സീരിയസ് ആയി പോയി. ചേട്ടനറിയാല ഞാൻ എത്ര വർഷമായിട്ട് അവളുടെ പുറകെ കിടക്കണേ. അവൾ എന്നോട് ഇതൊരു ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടാ? ഒന്നിനോട് പോസിറ്റീവായിട്ട് ഒന്ന് സംസാരിച്ചിട്ടെങ്കിലും ഉണ്ടാ? പിന്നെ എങ്ങനെയായിട്ടാ ഇതിൽ കൂടുതൽ ഒരു മനുഷ്യന് ഒരാളുടെ പുറകെ കിടക്കണത്? പിന്നെ പണ്ടാരോ പറഞ്ഞ പോലെ നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണല്ല, നമ്മളെ സ്നേഹിക്കുന്ന പെണ്ണെ വേണം നമ്മൾ നമ്മുടെ ലൈഫിൽ കൂടെ കൂട്ടാൻ. അത് ഇവളാണ് ചേട്ടാ. അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. മോനെ, നീ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ലേ? കെട്ട് കഴിഞ്ഞ് നീ എങ്ങനെ ജീവിക്കും? ഒരു ജോലിയും കൂലിയാത്ത നീ എങ്ങനെ പോറ്റാനാണ് ഈ കൊച്ചിനെ? അല്ല അതിപ്പോ ചേട്ടനും ജോലിയും കൂലിയും ഒന്നുമില്ലല്ലോ. ചേട്ടത്തിയല്ല ചേട്ടന്റെ കാര്യങ്ങളൊക്കെ നോക്കണത്. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് സാവധാനം ഞാൻ ജോലിയൊക്കെ റെഡി ആക്കിക്കോളാം. അതുവരെ എല്ലാ കാര്യങ്ങളും ഇവള് മാനേജ് ചെയ്തോളൂ. ഇല്ലേടി? പിന്നല്ലാതെ. ഇതെന്തരാണ് നിങ്ങൾ എപ്പോഴും നോക്കിയാലും ഒരു സംസാരം? നേരത്തെ ഒരു 1:30 ഒരു കാര്യം പറഞ്ഞായിരുന്നില്ലേ? അത് സംസാരിക്കുന്നത് അത് നല്ലതാ. കാരണം അരമണിക്കൂർ കഴിയുമ്പോ ഈ 1:30 കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഇപ്പോഴും ഞാൻ ആ കാര്യം നമ്മുടെ ജംഗ്ഷനിലെ ഒരു ക്ലൈന്റ് നിൽപ്പുണ്ട്. നീ പോയി പുള്ളിനെ വിളിച്ചിട്ടോ? അത്യാവശ്യമായി പോയല്ലേ? അത്യാവശ്യം. ഞാൻ തന്നെ പോണല്ലേ? നീ തന്നെ പോണം. എടാ ഒരു കാര്യം ചെയ്യടാ, ക്ലൈന്റ് നിൽക്കില്ലേ, റൂട്ട് മാപ്പ് കൂടെ പുള്ളി അത് കണ്ടിഞ്ഞ് വരും. എടാ പുള്ളിക്ക് റൂട്ടൊന്നും അറിയില്ല. അത് മാത്രമല്ല, സേതു വെഡിങ് പ്ലാനറിന്റെ ഓണർ വരണ്ട, മാനേജർ തന്നെ പോയാ മതി. എടാ നീ ചെല്ലു, VIP ക്ലൈന്റ് ആണ്. പെട്ടെന്ന് സമയമില്ല. ചേട്ടന് ഞങ്ങളുടെ കല്യാണം നടത്താൻ പറ്റുമോ? അതെ, 2 പേർക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് നടത്താൻ ബുദ്ധിമുട്ട്. എനിക്ക് സമ്മതമാ. എനിക്കും സമ്മതം. എനിക്ക് ഇനി വേറെ ഒന്നും ആലോചിക്കാനില്ല. എനിക്ക് ഇവള് മതി. പിന്നെ സേതു ഹാപ്പി വെഡിങ് പ്ലാനുണ്ട്. അടുത്ത കല്യാണം ഗോവർദ്ധന്റെ ജാനകിയുടെ തന്നെ ആയിക്കോട്ടെ. ചേട്ടാ പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ ഞങ്ങള് കല്യാണം കഴിക്കാൻ പോണ കാര്യം ഇവിടെ ആരും അറിയണ്ട. ഞങ്ങൾ ഇവളുടെ വീട്ടിലും അറിയിച്ചിട്ടില്ല. എനിക്കൊരു ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സാവധാനം അവരെ പറഞ്ഞ് മനസ്സിലാക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ തൽക്കാലം നമുക്ക് രജിസ്റ്റർ ചെയ്ത് ചെറിയൊരു സെറ്റപ്പിൽ നടത്തി വെക്കാം. പിന്നീട് നമുക്ക് ഗ്രാൻഡ് ആയിട്ട് നടത്താം.
ഒരടി മതി മതി. ആയിക്കോട്ടെ, ഞാനായിട്ട് ആരെ അറിയിക്കാൻ പോണൊന്നുമില്ല. ആ, എന്തായാലും ഗോവർദ്ധ, നിനക്ക് ഇപ്പോഴാണെങ്കിലും ഒരു തിരിച്ചറിവുണ്ടാവില്ല. അത് പിന്നെ ഏട്ടാ, നല്ല ബന്ധങ്ങൾ വരുമ്പോ അല്ലേ മനുഷ്യന് തിരിച്ചറിവ് ഉണ്ടാവുന്നത്. ഇവളുടെ കൂടെ കൂടിയ പിന്നെ ഞാൻ ആകെ മാറി. അതെ. സേതുവേട്ടാ, അപ്പോ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് കല്യാണം നടത്തണം. അത് നടത്താം. എപ്പോഴാ വേണ്ട പറഞ്ഞു? ഇന്നോ അല്ലെങ്കിൽ നാളെയോ? അതെ, ഇത് നാളെ. എപ്പോഴായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഏട്ടാ, ഞങ്ങള് പ്രിപ്പയർഡാ. ശരി, അതെ. ഇന്ന് അല്ലെങ്കിൽ നാളെ. അതെ അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം ചേട്ടാ. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും. അപ്പൊ ബാക്കി കാര്യങ്ങള് ഞാൻ പെട്ടെന്ന് പോയി റെഡിയാക്കാം. ശരി, ചേട്ടൻ എല്ലാം അറേഞ്ച് ചെയ്തു. ഞാൻ അറേഞ്ച് ചെയ്യാം. എല്ലാം അറേഞ്ച് ചെയ്തു. ഓക്കെ, ഹാപ്പി വെഡിങ്. ഓക്കെ, ഓക്കെ. ശരി, താങ്ക് യു. കുഞ്ഞമ്മ തീർന്നു, കുഞ്ഞമ്മ എല്ലാം തീർന്നു. പെട്ടി കിടക്കെടുത്ത് എവിടെന്ന് വെച്ചാ പോയിക്കോ. എങ്ങോട്ട് പോവാ? എന്താ തീർന്നെന്ന്? കുഞ്ഞമ്മ കൊച്ചിന്റെ കല്യാണം കഴിക്കാൻ പോവാന്ന്. ആ സേതുസ് ഹാപ്പി വെഡിങ് പ്ലാനർ കല്യാണം നടത്തുന്നേ. നീ അച്ഛൻ പോലെ മാത്രം തെളിച്ചു പറ. കുഞ്ഞമ്മ കൊച്ചച്ഛനും ജാനി ചേച്ചിയുടെ കല്യാണം കഴിക്കാൻ പോവാ. അച്ഛനാ കല്യാണം നടത്തുന്നേന്ന്. രാമൻചേട്ടൻ ഇതൊക്കെ കൂട്ടുന്നോ? രാമമാമൻ അറിയാതിരിക്കാൻ വേണ്ടി അവർ ഓരോ പ്ലാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഗോവർദ്ധൻ എന്തോ പറഞ്ഞ്? കൊച്ചച്ഛൻ ട്രിപ്പിൾ ഓക്കെ. അത് മാത്രമല്ല കൊച്ചച്ഛൻ വേറൊരു ആരോടെ പറഞ്ഞു, എന്നെ വേണ്ടാത്തവളെ എനിക്കും വേണ്ടാന്ന് പറഞ്ഞു. കുഞ്ഞമ്മ ഒരുപാട് കുറ്റവും പറഞ്ഞു. എന്നെ ഇനി എന്തിനും കൊള്ളാം. കുഞ്ഞമ്മ ഇപ്പോഴേലും സത്യം മനസ്സിലാക്കിയില്ല. കുഞ്ഞമ്മേനെ ഒന്നിനും കൊള്ളത്തില്ല. അവളെങ്ങാണോ അവനെ കെട്ടിയാ? തട്ടുവന്നായിരിക്കും. തട്ടി തട്ടി ഇപ്പൊ അവര് കല്യാണം വരെ എത്തി. എന്നാലും കുഞ്ഞമ്മ ഞാൻ ആലോചിക്കുന്നതേ, ഇനി ജാനകി ചേച്ചീനെ കുഞ്ഞമ്മേന്ന് വിളിക്കേണ്ടി വരുമല്ലോന്ന്. ചാടിയിട്ട് അവൻ എന്റെ കയ്യിൽ നിന്ന് പോയല്ലേ. ഇവള് പറഞ്ഞ പോലെ ചെയ്തു കളഞ്ഞല്ലേ. എന്റെ ഫോൺ എവിടെ? ഹലോ, നിങ്ങളൊക്കെ എന്തോ ഇനി ജീവിച്ചിരിക്കുവാ? എവിടെ പോയി കിടക്കുവാ? അറിയണ്ട, ഒന്നും അറിയണ്ട. ഇവിടെ കല്യാണം നടക്കാൻ പോവാ. ആരുടെന്നോ? നിങ്ങളുടെ കാമുകിയുടെ, ഗോവർദ്ധനുമായിട്ട്. വീഴുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടെ കേട്ടോ. സേതുസ് വെഡിങ് പ്ലാനർ, അതായത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് സേതു ആണ് ഇത് നടത്തി കൊടുക്കുന്നത്. അതെ, രഹസ്യമായി. ഇനി എന്തോന്ന് വെച്ചാ ചെയ്തോ? ബോധം കെടുവോ? എന്തെങ്കിലും ചെയ്യോ? രാമമാമനാണോ കുഞ്ഞമ്മ വിളിച്ച? ഹലോ മാഡം, നിന്നേ. ഹായ്, എന്റെ ഫ്യൂച്ചർ കുഞ്ഞമ്മ വന്നല്ലേ. എന്താ നീ? എന്ത് ഗോവർദ്ധനെ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് കേട്ടു. ന്യൂസ് ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയോ? മീനുട്ടി, നീയാണോ ന്യൂസ് ചാനല്? അത് ചേച്ചൽ ഇത്തിരി സന്തോഷമുള്ള വാർത്തയല്ല, അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞതാ. എന്തായാലും അറിഞ്ഞില്ലേ, അപ്പൊ പറഞ്ഞേക്കാം. അധികം ഗ്രാൻഡ് ആയിട്ട് നടത്താനൊന്നും ഞങ്ങൾക്ക് പ്ലാൻ ഇല്ല. വളരെ കുറച്ചു പേരെ മാത്രം വിളിക്കുന്നുള്ളൂ. സോ നിങ്ങളെയൊന്നും വിളിക്കാൻ പറ്റില്ല, സോറി. കല്യാണം ഞാൻ കലക്കും. നീ ഇത് എല്ലാരോടും പറഞ്ഞ് അറിഞ്ഞൊക്കെ വരുമ്പോഴേക്കും ഞാനും അവരും കൂടെ കെട്ടുകയും ചെയ്യും, ഹണിമൂണിന് പോവുകയും ചെയ്യും. അല്ല, അപ്പൊ അമ്മ അറിഞ്ഞ ചേച്ചിന്റെ ജോലി ഒന്ന് പിടിച്ചു കൊടുത്തില്ലേ? വേറെ ചേച്ചിയൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. ഒന്നുമില്ലെങ്കിലും ചേച്ചി ലവ് മാരേജ് ആയിരുന്നല്ലോ. കുഞ്ഞമ്മ അല്ല, ചേച്ചി വെൽ പ്ലാൻഡ് ആയിരുന്നല്ലേ. ഞാൻ വേറൊരു സംശയം ചോദിക്കട്ടെ. ഈ ഒരു ചെറിയ ടൈം പീരീഡിനിടയിൽ എങ്ങനെ കൊച്ചച്ഛനെ വളച്ചെടുത്തു? അത് സിമ്പിൾ അല്ലേ. ഞാൻ എന്റെ മനസ്സിലുള്ളത് നേരിട്ടങ്ങ് പറഞ്ഞു. അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കേണ്ടി വന്നേനെ. ഞാൻ പോട്ടെ. ഞാൻ ഒരു കാര്യോട് ചോദിക്കട്ടെ, കല്യാണത്തിന് ബിരിയാണി ആയിരിക്കും സദ്യ ആയിരിക്കും? ഓ, ഞാൻ പോട്ടെ ആനി. കല്യാണത്തിന് തിരക്കാണേ, കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്ത് പോവോ? ബൈ. കല്യാണം കഴിഞ്ഞാ പിന്നെ എന്തിനാ ജോലി? പാവം കുഞ്ഞമ്മ കരയണ്ട. കുഞ്ഞമ്മക്ക് എന്ത് വേണം? കരച്ചിൽ തുടയ്ക്കാൻ ടിഷ്യൂ വേണോ? പിന്നെ കർച്ചീഫ് വേണോ? എന്താ വേണ്ടേ? ഈ ഒരു ബെഡ്ഷീറ്റ് എടുത്തോ, എന്നാലും തീരത്തില്ല. എന്നാ എന്തോ കറിയാടി ഉണ്ടാക്കുന്നേ? സാമ്പാറാ. ഞാൻ നിന്നെ സഹായിക്കാം. അയ്യോ വേണ്ട, ഞാനിതൊന്നും ഉണ്ടാക്കിക്കോട്ടെ. ഇന്നെ ഭക്ഷണം കഴിക്കണ്ടേ? എന്നാലേ ഒരു കാര്യം ചെയ്ത് ഇതൊന്നും നോക്കി, ഇതിന് ഉപ്പുണ്ടോന്നു. ചൂടാ ചൂട് എന്താ മക്കളെ? ഞങ്ങളിങ്ങനെ ചുമ്മാ നടന്നപ്പോ ഭക്ഷണം ആവുന്നുണ്ട്. ഇപ്പൊ തന്നെ ചായ കഴിക്കാം കേട്ടോ. മീനു എന്തോ പറയാനുണ്ടെന്ന്. എന്തോ രണ്ടു ആംഗ്യം കാണിക്കുന്നേ? അതാ മീനുവിന് എന്തോ പറയാനുണ്ടെന്ന്. അല്ലെ മോക്ക് പറയാമല്ലോ. മീനുട്ടിക്ക് ഞങ്ങളോട് രണ്ടുപേരും എന്ത് വേണേലും പറയാമല്ലോ. പറ. അതപ്പൂപ്പ
സത്യമാണോ അറിഞ്ഞൂടാ, എന്നാലും ഞാൻ കേട്ടതാ സേതുസ് ഹാപ്പി വെഡിങ് പ്ലാൻ അടുത്ത കല്യാണം നടത്താൻ പോവാ. ഇനി അടുത്ത തല്ല എവിടുന്ന് വാങ്ങി കൂട്ടിക്കൊണ്ട് വരാനാണോ എന്തോ? അത് അപ്പൂപ്പ വേറെ എവിടുന്നുമല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ, അപ്പൂപ്പന്റെയും മാമമ്മയുടെയും കയ്യിൽ നിന്ന്. എന്തിന്? അമ്മ, ചേട്ടൻ നടത്താൻ പോകുന്നതേ ഗോവർദ്ധന്റെ കല്യാണമാ. ഗോവർദ്ധന്റെ കല്യാണം ഞങ്ങൾ അറിയാതെയോ? അതെ. എന്താണ് ഇവിടെ ഒരു ഗോവർദ്ധൻ ടോക്സ്? അമ്മ അറിഞ്ഞില്ലേ, കൊച്ചനും ജാനകി ചേച്ചിയോടെ കല്യാണം കഴിക്കാൻ പോവാ. സേതുസ് ഹാപ്പി വെഡിങ് പ്ലാനിന്റെ കല്യാണം നടത്തുന്നത്. ജാനകിയേട്ടാ? എന്റെ കൊച്ചൊന്ന് തെളിച്ചു പറ. ഞാൻ അന്നേ പറഞ്ഞല്ലേ ചേച്ചി, അവള് ശരിയല്ല എന്ന്. ഇപ്പൊ ദേ രണ്ടുപേരും കൂടെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോവാ. അതിന് നിനക്കെന്താ ഇത്ര വിഷമം? നല്ല കാര്യമല്ലേ? എനിക്ക് വിഷമമൊന്നുമില്ല. പിന്നെ പാവം അച്ഛനും അമ്മയും ചേട്ടന്റെ കല്യാണമോ കാണാൻ പറ്റിയില്ലല്ലോ. അപ്പം ഇളയ മോന്റെ കല്യാണമെങ്കിലും കണ്ടോട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞതാ. അമ്മ അതിനവർ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നേ, ചെലവ് മൊത്തം നോക്കുന്ന ജാനകി ചേച്ചിയാ. അല്ല, ആ കൊച്ചിന്റെ അച്ഛനും അമ്മയും തളർന്നു കിടക്കല്ലേ? ഓ, അതൊക്കെ അവളെ ജോലിക്ക് തിരിച്ചു കയറാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ. പറഞ്ഞു കൊടുത്തത് ഇവിടെ ഉള്ളവരൊക്കെ തന്നെയാ. അത് മാത്രമല്ല അമ്മേ, അവള് ജോലിക്ക് തിരിച്ചു കയറിയപ്പോ അവനെ പോയി കെട്ടിപ്പിടിച്ചു. ആ ചേച്ചി, അവനും തിരിച്ചു കെട്ടിപ്പിടിച്ചു. എന്റെ ദൈവം, എന്തൊക്കെയാ വീട്ടിൽ നടക്കുന്നത്? ഞങ്ങളിതൊന്നും അറിയുന്നില്ലല്ലോ. ഇങ്ങനെ അമ്മ അറിയാത്ത എന്തോരം കാര്യങ്ങൾ ഈ വീട്ടിൽ നടന്നേക്കുന്നേ. അത് മാത്രല്ല മാമമ്മ, അവർ ഇടയ്ക്കിടയ്ക്ക് രാത്രി സിനിമയ്ക്കൊക്കെ പോവായിരുന്നു. ഫോൺ നമ്പറും ഉണ്ട്. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? അമ്മ, ഈ വീട്ടില് ഞാൻ അറിയാതെ ഒരു ഈച്ച പോലും മറക്കത്തില്ല. അല്ല, അപ്പൊ അവര് പ്രേമത്തിലാണോ? ഏറെക്കുറെ. അല്ല, അതിന് അവന് ജോലിയൊന്നും ഇല്ലല്ലോ, പിന്നെ അവരെങ്ങനെ ജീവിക്കും? അതിനിപ്പം ജാനിക്ക് ജോലിയില്ലേ? അവളൊരു ലീഡിംഗ് അഡ്വക്കേറ്റിന്റെ ജൂനിയർ ആയിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. പിന്നെ അവന്റെ കാര്യം അത് നമുക്ക് നോക്കാം, അതൊരു വിഷയമല്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ പോവാണോ? പിന്നെ അവന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ചേച്ചി എന്നുള്ള സ്ഥാനത്ത് നിന്നിട്ട് അല്ലേ നടത്തി കൊടുക്കാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് എതിർപ്പൊന്നുമില്ല. എന്തിനേത് രഹസ്യമായിട്ടൊക്കെ നടത്തുന്നേ? നമുക്ക് നാടറിഞ്ഞ് നടത്തണം അവന്റെ കല്യാണം. അത് തന്നെ. അല്ല, അവന്റെ കല്യാണമെങ്കിലും നമുക്കൊന്ന് കാണണമല്ലോ. പിന്നെ അതുകൊണ്ട് നീ വന്നേ, നമുക്ക് അവനോട് സംസാരിക്കാം. എന്തായാലും എല്ലാരും പറഞ്ഞ് കല്യാണം നടത്തിയാ മതി. മതി, വാ. നാടടക്കം വിളിച്ച് കല്യാണം നടത്തണം. ഞാനും വരാം. ഇവിടെ ഇപ്പൊ എന്താ നടന്നു കുഞ്ഞമ്മ? ആരും അറിയാതെ രജിസ്റ്റർ മാരേജ് ചെയ്യാനിരുന്നവരെ നമ്മളെല്ലാരും അറിയിച്ചിപ്പം അറേഞ്ച് മാരേജ് ആക്കി കൊടുത്തു. ഞാൻ പണ്ട് പറഞ്ഞ പോലെ ഇനി നമുക്ക് അവരുടെ കല്യാണത്തിന് സദ്യ വിളമ്പാം. സേതു, ഇത്രയും നാള് നിന്റെ കൂടെ നടന്നിട്ട് നീ എന്നെ ചതിക്കായിരുന്നല്ലടാ. നിന്റെ അനിയനെ കൊണ്ട് ആ ജാനകിയെ കല്യാണം കഴിപ്പിക്കാൻ പോണല്ലേ നീ? ഇത് നീ എങ്ങനെ അറിഞ്ഞു? എങ്ങനെ അറിഞ്ഞെന്ന്? നീ കൂടുതൽ ഉരുണ്ട് കളിക്കല്ലേ സേതു, നീ കൂടുതൽ സംസാരിക്കാനും വേണ്ട നീ. എടാ, ഞാൻ സേതുസ് വെഡിങ് പ്ലാൻ നടത്താൻ പോകുന്ന അടുത്ത ഇവന്റ് ആണത്. നീ അത് കഴിഞ്ഞിട്ട് എന്റെ 16 അടിയന്തരം കൂടി അങ്ങ് നടത്തടാ. എന്നിട്ട് എനിക്ക് ഇഡലിയും കൂടി ഇങ്ങോട്ട് വാരി താഴെ എനിക്ക്. ഗോവർദ്ധന്റെ അച്ഛനും അമ്മയായിട്ടേ ഞങ്ങള് രണ്ടും ഇവിടെ ജീവനോടെ ഇരിപ്പുണ്ട്. എന്നിട്ടാണ് നീ രഹസ്യമായിട്ട് അവരുടെ കല്യാണം നടത്താൻ പോകുന്നത്. ചേടാ, ഇത് നിങ്ങളെങ്ങനെ അറിഞ്ഞു? പിന്നെ അറിയാതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് ഇവിടെ നടക്കത്തില്ല മോനെ. അത് തന്നെ ചതി, കൊടും ചതി. എവന്റെ പുറകെ നടന്ന് ഇത്രയും നാൾ നടന്ന എന്നെ എവൻ ചതിച്ചു. അതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ രണ്ടാമത്തെ മകൻ ട്രൂ ലവ് എന്ന് പറഞ്ഞ് ഈ പാവം പിടിച്ച പെങ്കൊച്ചിന്റെ പുറകെ നടന്ന് ഇതിനെ ഞാൻ ചതിച്ചു. നീ കൂടുതൽ പറയല്ലേ. ആരെ തെറ്റിച്ചാരിയാടാ നീ പറയുന്നത്? ഇവൾക്ക് അവരെ ഇഷ്ടമൊന്നും അല്ലായിരുന്നു. നീ കൂടുതൽ ഡയലോഗ് അടിക്കാതെ അങ്ങോട്ട് ചോദിച്ചു നോക്കടി. ഞാൻ ചോദിക്കും, എടി നിനക്ക് അവരെ ഇഷ്ടമായിരുന്നോ? കണ്ടാ ചുമ്മാ ഡയലോഗ് അടിക്കുന്നു. അതിന്റെ ഇടയിൽ കൂടെ അവൻ അയ്യോ, നിങ്ങൾ വിചാരിക്കണമല്ലോ എന്നുള്ള കാര്യങ്ങള്. അവർ രണ്ടുപേരും അവരുടെ ഇഷ്ടം തുറന്നു പറഞ്ഞു. ഞാൻ ആ കല്യാണം നടത്തി കൊടുക്കാന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അത് തന്നെയാ ഞാനും പറഞ്ഞേ. നല്ല ബന്ധമാണ്, രണ്ട് വീട്ടുകാരും കൂടി പരസ്പരം അങ്ങ് ആലോചിച്ച് അതങ്ങ് നടത്തി കൊടുക്കാം അല്ലേ? പിന്നെ അത്രേ ഉള്ളൂ. നല്ല ബന്ധമല്ല. നിങ്ങളെ മോനെ എന്തോ ജോലി ഇരിക്കുന്നു. അല്ല, ജോലിയും കൂലിയും ഇല്ലാത്തവൻ. ആ പെങ്കൊച്ചേ വക്കീല് അതറിയാമോ? അതെല്ലാം വിട്. ഈ ബന്ധം നമ്മളല്ല തീരുമാനിക്കേണ്ടത്, പെണ്ണിന്റെ വീട്ടുകാര്. അവിടെ ചെന്ന് ചോദിക്കണം. എടാ, അപ്പൊ വേലയും കൂലി ഇല്ലാത്ത നീ എന്തോ ചെയ്യാനാടാ വക്കീലിന്റെ പുറകെ നടന്നേ? ആര് പറഞ്ഞു എനിക്ക് വേലയും കൂലിയില്ലെന്ന്? നിങ്ങളുടെ മകൻ എനിക്ക് ശമ്പളം തരുന്നില്ല. അതെ, ജാനകിയുടെ വീട്ടിൽ തൽക്കാലം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഒരു രജിസ്റ്റർ വാഹനം ചെയ്ത് വെച്ചേക്കാം എന്ന് പറഞ്ഞു. പിന്നെ സാവകാശം ഈ പറഞ്ഞ ജാനകിയുടെ വീട്ടില് കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാമെന്നാണ് ജാനകിയും ഗോവർദ്ധനും എന്നോട് പറഞ്ഞത്. ഇതൊന്നും അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവരും കൂടെ ജാനകിയുടെ വീട്ടിൽ പോയി അവരോടൊന്ന് സംസാരിച്ചു നോക്കാം. പിന്നെ അവനൊരു ജോലി കിട്ടി ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരും എന്ന് എനിക്ക് യാതൊരു വിശ്വാസം. അത് ശരിയാ, എനിക്ക് വിശ്വാസമില്ല. അത് ശരിയാ. എനിക്ക് പിന്നെ പണ്ടേ അത് വിശ്വാസമില്ല. അതും ശരിയാ. അല്ല, ഇത് പറഞ്ഞപ്പോഴാ അവനെവിടെ? അതും ശരിയാ. എവിടാ ഇവനെവിടെ പോയി?
ഏടത്തി അത് പിന്നെ ഒരു ജാനകി സോറി മാഡം. മാഡം നോ ഏട്ടത്തിന്ന് വിളിക്കൂ. നിനക്ക് ഞങ്ങളെ കൂടെ അറിയിക്കായിരുന്നല്ലോ. അച്ഛൻ നമുക്കിതൊരു വലിയ ഗ്രാൻഡ് ഇവന്റ് ആക്കി നടത്താം. അതെ. എടാ നീ എന്റെ പുറകെ ഇഷ്ടമാന്ന് പറഞ്ഞ എത്ര കൊല്ലം നടന്നയാടാ. എന്നിട്ട് എവിടുന്നോ ഏതോ ഒരുത്തി വന്ന് നിന്നോട് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ നീ അവളെ കെട്ടിയല്ലേ? ഇതാണോ പട്ടി നിന്റെ ട്രൂ ലവ്? മോളെ ആനി പെണ്ണാതിരുന്നോണം. നീ ഒറ്റ ഒളിച്ചോടി പോയതുകൊണ്ടാ എനിക്ക് എന്റെ ഗോവർദ്ധനെ ഇഷ്ടം പറയാൻ പറ്റാഞ്ഞ. ആനി എടി അപ്പൊ നിനക്ക് ശരിക്കും ഇഷ്ടമായിരുന്നു? എടാ മണ്ട, പിന്നെ എനിക്ക് ഈ വീട്ടിൽ കയറി ഇറങ്ങി നടക്കാൻ എന്റെ തലയിൽ കൂടെ വണ്ടി ഓടുന്നുണ്ടോ? നീ എന്നിട്ട് കുറച്ച് നേരത്തെ പറയുന്നത് ഇതൊക്കെ? ഓ നിനക്കൊന്നും അറിയത്തില്ല അല്ലേ? നീ എല്ലാം അറിഞ്ഞോണ്ടല്ലേ ഇവനെ ഇഷ്ടമാന്ന് പറഞ്ഞേ? ആനിക്കിപ്പോ ശരിക്കും ഗോവർദ്ധന ഇഷ്ടമല്ലേ? ആനിയുടെ വായിന്നത് കേൾക്കാൻ വേണ്ടിട്ടാ ഞാനും ഗോവർദ്ധനും കൂടെ ഈ നാടകം കളിച്ചത്. അല്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല. എനിക്കറിയില്ലേ ആനിക്ക് ഗോവർദ്ധന ഇഷ്ടമാന്ന്. അല്ലെങ്കിലും ആനിയുടെ ഗോവർദ്ധന് എനിക്ക് വേണ്ട. കുഞ്ഞമ്മ ഇതാ പറ്റിയ അവസരം, എല്ലാം നടന്നോ? പറഞ്ഞോടി. I love you. I love you. I love you. കുഞ്ഞമ്മ 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 നിങ്ങളെല്ലാരും എന്താ ഇവിടെ? പിന്നെ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ചാ ഞങ്ങൾ അവിടെ പോകും. ഞാനൊരു സ്വപ്നം കൊണ്ട് നിലവിളിച്ചതാ. അല്ല കുഞ്ഞമ്മ എന്ത് സ്വപ്നമാ കണ്ടേ? ഒരു സ്വപ്നം? പിന്നെന്തിനാ ഞാൻ ഉമ്മ വന്നു പയ്യെ എല്ലാരും നിക്കുന്നൊക്കെ പറഞ്ഞേ? അയ്യേ അതൊന്നും ഇല്ല. ഞാൻ ഒരു സ്വപ്നം കണ്ട് നിലവിളിച്ചതാ. നിങ്ങൾ എല്ലാരും ഇതിന്റെ റൂമിൽ നിൽക്കുന്നേ, പുറത്തു പോവും. അതിന് നീ എപ്പോഴാ നിലവിളിച്ചത്? മോളെന്താ അവിടെ? ഒരു മിനിറ്റ്. ചവിട്ടുമ്പോക്കെ ഒരു മയത്തി ചവിട്ടണ്ടേ? അല്ല ഞാൻ സ്വപ്നവും കണ്ടു വന്നിട്ട് ചവിട്ടിയിരിക്കോ. ചോടെന്നാണ് എനിക്ക് എന്റെ ഗോവർദ്ധനം കിട്ടാൻ. ഫ്ലാരെ ആനി ചവിട്ടിയെന്നോ? എന്തിന്? ചേച്ചി അത് ഞാൻ സ്വപ്നത്തി. അല്ല കുഞ്ഞമ്മ എന്ത് പറഞ്ഞ അമ്മ ചവിട്ടിയിട്ടെ? എന്ത് പറഞ്ഞാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാനത് ഇവളോട് ചോദിച്ച് മനസ്സിലാക്കിക്കോളാം കേട്ടോ. നിങ്ങൾ ചെന്നോ, എനിക്ക് ഇവളോടൊന്ന് സംസാരിക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ? ഇല്ലമ്മേ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അത്രയൊന്നും ചോട്ടയില്ല. എനിക്ക് നിന്നോട് സംസാരിക്കണം കേട്ടോ. സ്വപ്നം എന്താ കണ്ടെന്ന് ഞാൻ അറിയട്ടെ. നീ വന്നോടി. അമ്മ ഞാനിവിടെ നിക്കണോ? വേണ്ട വേണ്ട, പൊക്കോ. പോ 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 പോ. ഏതാണ്?